അതായത് ഈ കമ്പനിക്ക് വിസ കൊടുക്കാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പം ഈ കമ്പനിയിലേക്ക് ആളുകൾ ഈ കമ്പനിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു 30% വെച്ച് ടാക്സ് പേയ്മെന്റ് ചെയ്യണം. അത് വലിയൊരു തുകയാണ്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത തുകയാണ്. നിങ്ങളുടെ സാലറിന്റെ പകുതിയും ടാക്സ് ആയിട്ട് പോകും. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയിലേക്ക് ആളുകളെ പോകാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ പെർമിഷനോട് കൂടി മറ്റൊരു കമ്പനിയിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റും. അതായത് ഈ കമ്പനിയുടെ പെർമിഷനോട് കൂടി ഏത് കമ്പനിയാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ പെർമിഷനോട് കൂടി മറ്റൊരു കമ്പനിയിലേക്ക് ഈ ആളുകൾക്ക് പോയിട്ട് ജോലി ചെയ്യാനുള്ള പെർമിഷൻ കമ്പനി കൊടുക്കുന്നത്. അങ്ങനെ ആ കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ആ കമ്പനിക്ക് ഇവരെ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം ദ ഗബൂർ എന്ന് പറയും കോൺട്രാക്ട്, ആ കോൺട്രാക്ട് ചേഞ്ച് ചെയ്തിട്ട് ആ കമ്പനിയിലേക്ക് ഏത് കമ്പനിയാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് ആ കമ്പനിയിലേക്ക് ഇവർക്ക് ജോലി ചെയ്യാം. അപ്പം ഇവർക്ക് ഈ വരുന്ന കമ്പനിയെ ഒറ്റ തവണ തന്നെ ഇവരെല്ലാം മൊത്തം ടാക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അടച്ചിട്ടായിട്ടും ഒരു സിറ്റിസൺ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കമ്പനിയിലേക്ക് ഗബൂർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ലീഗലി ആയിട്ട് റഷ്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജോലിക്ക് വരുന്നതിന് മുന്നേ മുൻകൂറായിട്ട് ടാക്സ് അടച്ചിട്ട് ടാക്സ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ വന്ന് ജോലി ചെയ്യുന്നത്? ഇവൻ എന്ത് സാധനം അടിക്കുന്നെന്നുള്ള കാര്യം അറിയത്തില്ല, ഇനി വാരി കൂട്ടിയിട്ട് കത്തിക്കുവാണോ എന്നറിയത്തില്ല. ഇങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണകൾ യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്ന് എന്താ പറയുക, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങൾ ഇവൻ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂട്ടി നോക്കിയേ, 1,00,000 രൂപ നിങ്ങളുടെ സാലറി ആണെന്ന് നോക്കിയേ, അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ 30,000 രൂപ. അത് 3 കൊല്ലം ആകുമ്പോഴത്തേക്കിന് ഏതാണ്ട് 10,80,000 രൂപ ടാക്സ് മുൻകൂറായിട്ട് നിങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവൻ ഇവിടെ നിന്ന് പറയുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലത്തെ വിസ വരുന്നവർക്ക് എവിടെയും പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഇവൻ ഈ പറയുന്നത്. റഷ്യൻ നിയമപ്രകാരം നിങ്ങൾ ഏത് കമ്പനിയാണോ നിങ്ങൾക്ക് വിസ തന്നിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് ആ കമ്പനി മാത്രമേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. വേറൊരു കമ്പനി നമ്മൾ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലീഗൽസ് ആയിട്ട് മാറും. നമുക്ക് ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മനസ്സിലായോ? ഞാനതിൻ്റെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളത് പൗസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. പിന്നെ ഇവൻ പറയുന്നുണ്ട് ഇവനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു എന്നുള്ള സംഭവം പറയുന്നു. ഇല്ലേ, ഇവന് അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കോൺടാക്ട്സിൽ ഇവന് ചെയ്യാൻ മടിയാണെങ്കിൽ എനിക്കിതാ, ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള ഇവർ തട്ടിപ്പ് നടന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് അയച്ചു തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നതാണ്. ഇവനാണ് ഞാൻ നോക്കുമ്പോഴത്തേന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക റോങ് ഇൻഫർമേഷൻ ആൾക്കാരെടുക്കുമെന്ന് പറഞ്ഞ് വിസ തട്ടിപ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവനെതിരെ വീഡിയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? റഷ്യൻ ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാക്സ് പേയ്മെൻറ്റ് കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇല്ലീഗൽസായിട്ട് കൊണ്ടുപോയി പെടുത്തുന്നു. ഇവിടുത്തെ ഗവൺമെൻറ്റിനെ പറ്റിക്കുന്നു, കൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ആൾക്കാരെയും പറ്റിക്കുന്നു. ഇവൻ തട്ടിപ്പ് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇവിടെ. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വന്ന് വിളിച്ച് പറയിപ്പിക്കുന്നത്. ഇവനിപ്പോൾ ലാസ്റ്റ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട് മര്യാദയ്ക്ക് വന്ന് പറയുന്ന രീതിയിലേക്ക്. ഇതൊക്കെ ഇവൻ്റെ തട്ടിപ്പാണ്. ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ ഈ വിസ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മുന്നോട്ടേക്ക് നിൽക്കുന്നതാണ്. ഇവൻ എന്ത് ഇതാ ഉള്ള ഒരു വിസ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഉള്ളത്? ഇവൻ ലീഗലായിട്ടാണോ ചെയ്യുന്നത്? അല്ല. ഇവനൊരു കമ്പനിയുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ റഷ്യയിൽ? ഒരു സംഭവം കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഈ പറഞ്ഞ രീതിയിൽ ഈ വിസ തട്ടിപ്പ് ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ഒരുത്തനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ക്യാഷ് കാര്യങ്ങൾ കൊടുക്കരുത്. ട്രാവൽ ഏജൻസികൾ നിങ്ങൾ നോക്കുക. ഗവൺമെൻറ് അംഗീകൃത ട്രാവൽ ഏജൻസികളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് ആ സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നവന്മാരെയും അല്ലാതെ വേറെ ഈ ട്രാവൽ ഏജൻസി തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂൺ മുട്ട് മുളയ്ക്കുന്നതിൻ്റെ കൂട്ടം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലുണ്ട് ട്രാവൽ ഏജൻസികൾ. അപ്പം അതെല്ലാം ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഒരുപാട് തട്ടിപ്പുകൾ. ഈ ബിസിനസ് വിസയിൽ ഒരു പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇന്നലെ വിളിച്ചു പറഞ്ഞത് പറ്റിച്ചിട്ട് നിൽക്കുവാണ്. അതുപോലെ ടൂറിസ്റ്റ് വിസ എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്നെ, ടൂറിസ്റ്റ് വിസ അല്ല, ഇ വിസ അത് അയച്ചു തന്നേക്കുന്നത് 1,50,000 രൂപ എങ്ങാണ്ട് മേടിച്ചിട്ട് ആ പുള്ളീനെ പറ്റിച്ചേക്കുന്നത്. ഒരുപാട് തട്ടിപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 കൊല്ലത്തെ വിസ അത് പക്കാ തട്ടിപ്പ് വിസയാണ്. അതാ ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ ഇവന്മാർ ഈ തട്ടിപ്പുകളിലോ കാര്യങ്ങളിലോ ചെന്ന് പെടാതിരിക്കുക. ഈ ഇജാസിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഈ വിസ തട്ടിപ്പ്. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന 2 പെൺപിള്ളേർ, ഈ പെൺപിള്ളാരും ഈ 3 കൊല്ലത്തെ വിസ തട്ടിപ്പ് കാര്യങ്ങളാണ്. ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഈ പറഞ്ഞിട്ട് റീൽസ് കാര്യങ്ങൾ ഇടുവാണെങ്കിൽ നമ്മൾ അവർക്കെതിരെയും വീഡിയോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകും. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് അംഗീകൃത ട്രാവൽ ഏജൻസികൾ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ അംഗീകൃത സൈറ്റുകളുണ്ട്, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, മനസ്സിലായോ? നിങ്ങളൊന്ന് നോക്കി കിട്ടി പരാജയപ്പെട്ടു അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കില്ല. നമ്മൾ തപ്പണം. തപ്പി ചെല്ലുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള സാധനം കിട്ടും. എന്നെ വിളിക്കുന്ന 70% ആൾക്കാരും വിസ തട്ടിപ്പിൽ പെട്ടുപോയ ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത്. പൈസ കൊടുത്ത് കാനഡയിലോട്ടും അതുപോലെ തന്നെ പല യൂറോപ്പിലെ പല രാജ്യങ്ങളിലോട്ടും പൈസ കൊടുത്തിട്ട് തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആൾക്കാർ 70% ആൾക്കാർ എന്നെ വിളിക്കുന്നത്.
അപ്പം നിങ്ങൾ ഇനിയും കൊടുക്കുമ്പോഴത്തേക്കിനെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള, അതായത് ഗവൺമെൻറ് അംഗീകൃത ട്രാവൽ ഏജൻസികളിൽ പോയിട്ട് നിങ്ങൾ സമീപിച്ച് അവർക്ക് പൈസ കൊടുക്കുക. അവർ ജെന്യുവൻ ആയിട്ടുള്ള വിസ കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. അല്ലാതെ ഈ എന്താ പറയുക, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പരസ്യം കണ്ടിട്ടും അല്ലെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കൊടുക്കാതിരിക്കുക. പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല. കാരണം എന്ത് റൈറ്റ്സാ ഉള്ളത്? നിങ്ങൾക്ക് കൊടുത്തതിന് മേടിച്ചതിന് ഒരു ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലായോ? അതുപോലെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിയമപരമായ രീതിയിൽ നടക്കുന്ന കാര്യമല്ല. ഇവർക്കൊരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല. റഷ്യയിലും ഇല്ല, നാട്ടിലും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുള്ള വിസ തട്ടിപ്പ് ദിനംതോറും വർദ്ധിച്ചു വരിക. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നമുക്ക് സാധിക്കും. റിക്രൂട്ടിംഗ് ഏജന്റുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ ബന്ധപ്പെട്ട ഏജന്റിന്റെ വിവരങ്ങൾ www.emigrate.gov.in എന്ന വെബ്സൈറ്റിലെ ആക്റ്റീവ് റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്തുക. കൂടുതൽ സഹായങ്ങൾക്കും സംശയ നിവാരണത്തിനുമായി സർക്കാർ സംവിധാനമായ ഓപ്പറേഷൻ ശുഭയാത്രയോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രേഷൻ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്.